കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മക്കറോണി റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അധികം എരിവ് വേണ്ടാത്തവർക്ക് മുളക് പൊടിയുടെ ഒക്കെ അളവ് കുറച്ചിട്ട് ചെയ്യാം. പക്ഷേ നല്ല സ്പൈസി ആയിട്ട് കഴിക്കാനാണ് ഇത് നല്ല ടേസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്പൈസി മക്കറോണി തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്, അതായത് എല്ലില്ലാത്ത ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫോ മട്ടനോ അങ്ങനെ എന്ത് വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. ബീഫും മട്ടനും ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി അതിൻ്റെ കുക്കിംഗ് ടൈം കൂടുമെന്ന് മാത്രം. അപ്പോൾ ഇന്ന് ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. പിന്നെ നമുക്കിതിലേക്ക് തക്കാളിയുടെ പേസ്റ്റ് വേണം. അപ്പോൾ തക്കാളി 2 മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ട് ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. കുരുവും തൊലിയൊന്നും കളയാതെ അങ്ങനെ തന്നെ അരച്ചെടുത്തതാണ് കേട്ടോ, വെള്ളമൊന്നും ചേർക്കാതെ. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇനി നമുക്ക് ചൂടായ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ അല്ലെങ്കിൽ ബട്ടറൊക്കെ യൂസ് ചെയ്തിട്ടും ഇതുണ്ടാക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് അതൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റാം. അപ്പോൾ ഇത് നമ്മുടെ സവാള നല്ല സോഫ്റ്റായി മാറി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വരണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ആ ഒരു പിങ്ക് കളറൊക്കെ മാറി ചെറിയൊരു വെള്ള കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് ഉണക്കമുളകിൻ്റെ പൊടി. ഇത്രയും ചേർത്തിട്ട് ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 1 മിനിറ്റ് വരെ ഞാനിതെല്ലാം കൂടി പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ ഒരു ജ്യൂസ് ചേർക്കാം. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തക്കാളി അരച്ച മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ മക്കറോണി വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വേണമല്ലോ, അതിനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് വെള്ളം, അതായത് 240 മില്ലി അളവിലുള്ള കപ്പിൻ്റെ 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് ബേസിൽ ലീവ്സ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ട്. രണ്ടും ഒരു 1/4 ടീസ്പൂൺ വീതം മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ കസൂരി മേത്തിയാണ് ഉള്ളതെങ്കിൽ അത് കുറച്ച് ചേർത്താലും മതി. അപ്പോൾ ഇത് വീണ്ടും നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മക്കറോണി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മക്കറോണി എന്ന് പറയുമ്പം ഏകദേശം 150 ഗ്രാം ഉണ്ടാവും. അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിവിടെ അടച്ച് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കാം കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കുമ്പോഴേക്കും നമ്മുടെ മക്കറോണിയും ചിക്കനും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, ഇത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം ഇതുപോലെ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. 1-2 പ്രാവശ്യം തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ മുഴുവൻ വറ്റി മക്കറോണിയും ചിക്കനും ഒക്കെ നല്ലതുപോലെ വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. അതുപോലെ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്രീം ചീസാണ് ഏറ്റവും അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഈ ക്രീം ചീസിന് പകരം നിങ്ങൾക്ക് ക്രീം, സാധാരണ നമ്മുടെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, അത് ചേർക്കാം. അതല്ലെങ്കിൽ മൊസറല്ല ചീസോ ചെഡാർ ചീസോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർക്കാം കേട്ടോ. പക്ഷേ ഏറ്റവും ഇതിന് നല്ലതുപോലെ ചേരുന്നത് ഈ ക്രീം ചീസാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വിളമ്പുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ഇതുപോലെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളമ്പിയതിന് ശേഷം അതിൻ്റെ മുകളിലും കുറച്ച് മല്ലിയില ചേർക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്പൈസി മക്കറോണി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ഡിന്നറിനും അതുപോലെ തന്നെ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക് യു.